പലപ്പോഴും നമ്മൾ തൊട്ടയിൽ പിടിച്ചാൽ എല്ലാത്തിനും പോയിട്ട് മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. പീരിയഡ്സ് ആവാതിരിക്കാനായിട്ട് പിൽസ് ഉണ്ട്, പീരിയഡ്സ് ആവാനായിട്ടുണ്ട്. നമ്മൾ പല ആൾക്കാരെയും കാണാറുണ്ട്, അവർ ഭക്ഷണം കഴിച്ചിട്ടൊന്നല്ല വെയിറ്റ് കയറുന്നത്, ഹോർമോണൽ മെഡിസിൻ എടുക്കുകയാണ്. ഇപ്പം ജോൺ മറീൻസ് വരുന്ന കുറേ ആളുകൾ പറയുന്നത് ഐപ്പിൽ എടുത്തതിന് ശേഷം എൻ്റെ ഫുൾ ഡിസോർഡർ ആയി. ഈ സ്വീറ്റ് ക്രേവിംഗ് വരുന്നത് തന്നെ ഹോർമോണൽ ഇംബാലൻസിന്റെ ഭാഗമായിട്ടാണ്. കണക്ക് പ്രകാരം പെയിനോ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളോ ഒന്നും പീരിയഡ്സിന് സമയത്ത് കാണരുത്. അതാണ് നാച്ചുറലായിട്ടും ആരോഗ്യകരമായിട്ടുള്ള ഒരു ശരീര രീതി. വെയിറ്റ് ലോസ് പോലെ തന്നെ എല്ലാവരും കൺസേൺ ആവുന്ന ഒരു കാര്യമാണ് വെയിറ്റ് ഗെയിൻ എന്നുള്ളത്. വെയിറ്റ് കുറവുള്ളവർക്ക് വെയിറ്റ് കൂട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെയിറ്റ് കൂടുതലുള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുരുഷന്മാർക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കൂട്ടാം, കുറയ്ക്കാം. നമ്മുടെ അമീർ ഖാനൊക്കെ ഒരേ സിനിമയിൽ തന്നെ പലതവണ വെയിറ്റ് കൂട്ടി കുറച്ചിട്ടുള്ള രീതികൾ വരുമല്ലോ. അനുഷ്ക ഷെട്ടിയുടെ കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വല്ലാതെ അങ്ങ് വെയിറ്റ് വെച്ച് ഹൈ കാലറി കഴിച്ച് വെയിറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ അതിന് ഹോർമോണൽ ഇംബാലൻസ് ആയി. ഈ വണ്ണം കുറഞ്ഞിരിക്കുന്ന ആൾക്കാരെ നോക്കിയാൽ മതി, അവരുടെ തൈറോയ്ഡ് പ്രശ്നം, അല്ലെങ്കിൽ PCOD ഹോർമോണൽ പ്രശ്നം, അല്ലെങ്കിൽ ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ്. ഇവരെല്ലാവരും കൊതിപ്പിക്കും. ഞാൻ ഐസ്ക്രീം കഴിക്കുന്നുണ്ടല്ലോ, ഞാൻ ചോക്ലേറ്റ് കഴിക്കുന്നുണ്ടല്ലോ, ഞാൻ നന്നായിട്ട് ചോറ് കഴിക്കുന്നുണ്ടോ, എനിക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഫാറ്റ് ഡെപ്പോസിറ്റ് ആകുന്നത് അവയവങ്ങളുടെ ഉള്ളിലാണ്.